കോഴിക്കോട് നഗരപരിധിയിലെ സൗത്ത് സബ് ഡിവിഷനിൽപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു തെഫ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് പക്കാ തെഫ്റ്റാണ്, രാത്രി നടന്നതാണ്. ഒരു കള്ളൻ ഒരു വീട്ടിൽ നിന്നും കുറേയധികം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയ കേസാണ്. ഈ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുള്ളത്, 2 വ്യക്തികൾ ധരിച്ചിരുന്ന ആഭരണങ്ങളാണ് ഊരിക്കൊണ്ടുപോയത്. ഒരു 10-65 വയസ്സുള്ള ഒരു സ്ത്രീയും അവരോടൊപ്പം ഉറങ്ങാൻ കിടന്നിരുന്ന ഒരു 4-5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും. ഇവർ രണ്ടുപേരും ധരിച്ചിരുന്ന ആഭരണങ്ങളാണ് ഊരിക്കൊണ്ടുപോയത്, നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവർ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ സാധനം കാണാനില്ല. ഇതാണ് കേസ്. ഇതാണ് ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. ഈ മോഷ്ടിക്കാൻ വന്ന കള്ളൻ ആ വീടിൻ്റെ വാതിൽ തുറന്നിട്ട് അതിൻ്റെ താക്കോല് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത് അത് മുറ്റത്ത് കിടപ്പുണ്ട്. അത് മണ്ണിൽ പകുതി പൂണ്ട നിലയിൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ വാതിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 പാളിയുള്ള കഥകാണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഒരു പാളിയിലാണ് ഈ താക്കോലിടാനുള്ള സാധനമുള്ളത്. ഇത് ബാക്കി 2 കഷ്ണം അടച്ചു, മുകളിലടച്ചു, എന്നിട്ട് അടച്ച് പൂട്ടുക, എന്നിട്ട് ഇടയ്ക്ക് ബോൾട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അത് അടയ്ക്കുക. പഴയ രീതിയിലുള്ളൊരു വാതിലാണ്. അപ്പോൾ ഈ മോഷ്ടാവ് എങ്ങനെയാണ് ഈ താക്കോൽ അകത്തു നിന്നും പുറത്തു നിന്നും പൂട്ടാവുന്നതാണ്. ഇവർ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആ മുറിക്കകത്തുണ്ടായിരുന്നവർ വീട് അകത്ത് നിന്ന് പൂട്ടിയിട്ടാണ് കിടന്നുറങ്ങിയത്. ഈ വീട്ടിൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ഉമ്മയുടെ ആ വീട്ടിലെ ഗൃഹനാഥയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അതിൻ്റെ വാർഷിക നേർച്ചയൊക്കെ ആയിരുന്നു. അതിന് ഈ 3 മക്കളും പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്നവരാണ്. മണ്ണാർക്കാടുണ്ട്, ഒറ്റപ്പാലത്തുണ്ട്, അങ്ങനെ പലയിടത്തായിട്ട് താമസിക്കുന്ന 3 മക്കളും പലയിടത്താണ് താമസിക്കുന്നത്. അവിടെയല്ല, ഈ കോഴിക്കോട് അവരുടെ വീടല്ല താമസിക്കുന്നത്. ഉമ്മ മാത്രമേ അവിടെ താമസമുള്ളൂ. ഉമ്മയോട് സഹായിക്കാറുണ്ട്. അങ്ങനെ ഇവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാവരും അന്ന് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ 3 മക്കളും അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഇവർ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് രാത്രി ഓരോരുത്തരും ആ വീട് 4-5 മുറിയുള്ള വലിയ വീടാണ്. അപ്പോൾ ഒരു മുറിയിൽ ഒരു മകൾ കിടന്നു, വേറെ ആരോ കുട്ടികളുണ്ട് അവിടെ കിടന്നു, വേറൊരു മുറിയിൽ മകൾ കിടന്നു, 3 മക്കളും ഓരോ മുറികളിൽ കിടന്നു. ഈ ഉമ്മ ഒരു ഫ്രണ്ടിൽ ഒരു സിറ്റൗട്ട് പോലെ ഉള്ള ഒരു സിറ്റൗട്ട് കഴിഞ്ഞാലുള്ള ഒരു ഏരിയ ഉണ്ട്, വർക്ക് ഏരിയ പോലുള്ള ഒരു ഡൈനിങ് ഹാൾ പോലെയൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു മെത്തയൊക്കെ വിരിച്ചിട്ടാണ് ഈ ഉമ്മ കിടന്നത്. ഉമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് എൻ്റെ മൂത്ത മോളെ എനിക്ക് എൻ്റെ കൂടെ കിടത്തണം, എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് എൻ്റെ ഇതല്ലേ, എൻ്റെ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ നിങ്ങളെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ആ മോളെ കിടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ മൂത്ത മോളെയും മോളുടെ മകളെയും കൊണ്ട് ഇവർ ഈ ഉമ്മയുടെ അടുത്ത് തന്നെ കിടത്തി. അപ്പോൾ അങ്ങനെ അത് അവർ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉമ്മ നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. ഉമ്മയുടെ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്ന ഓർണമെൻറ്റ്സ് മിസ്സിംഗ് ആണ്. എന്തോ ഒരു ചെറിയ ഒഴികെ ബാക്കിയുള്ള കഴുത്തിലുണ്ടായിരുന്നതും കയ്യിലുണ്ടായിരുന്ന വളകളടക്കം ഊരിക്കൊണ്ടുപോയി. 2 കയ്യിലും വളകളുണ്ടായിരുന്നു, അത് ഊരിക്കൊണ്ടുപോയി, കാണുന്നില്ല. ഈ കുട്ടിയുടെ കാലിലുണ്ടായിരുന്ന തള, വള, മാല, ഇത് 3 അത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ തീർച്ചയായിട്ടും വിവരം അറിഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ FIR ഇടുന്നു. അതിനനുസരിച്ച് തെഫ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ അങ്ങനെ ആ സ്പോട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വീടിൻ്റെ മൊത്തത്തിലൊരു സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയ തൊടിയാണ്. ഒരു 1.5 ഏക്കറോളം വരുന്നൊരു വലിയ പറമ്പാണ്. അതിന് മതിലുണ്ട്, ചുറ്റുമതിലുണ്ട്, ഗേറ്റുണ്ട്. പിന്നെ മുറ്റത്ത് പൂഴിയാണ്. പൂഴി എന്ന് പറഞ്ഞാൽ ഈ നല്ല കടപ്പുറം പൂഴി പോലുള്ള ചെളിയാവാത്ത രീതിയിലുള്ളൊരു മണ്ണാണ്. നമ്മൾ വിരൽ കുത്തിയാൽ കുറച്ചങ്ങ് താഴ്ന്നു പോകും. ഏകദേശം നമ്മൾ എന്തെങ്കിലും ശക്തിയായിട്ട് ഇട്ടാൽ അതങ്ങ് ഒരു ഗോട്ടിയോ മറ്റോ ഇടുകയാണെങ്കിൽ ഒന്ന് മണ്ണിലേക്ക് താഴ്ന്നിറങ്ങും. മുകളിൽ കാണത്തൊക്കെ വേണം. അങ്ങനെ ഇളകിയ മണ്ണ് ചുരുക്കം. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതിൻ്റെ താക്കോല് ഇതിനകത്ത് ഇവിടെ കിടപ്പുണ്ട്. ഈ താക്കോല് ഈ അകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാണ്. ആ നിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ കാരണം ഇതിങ്ങനെ നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ വീഴുക. ആ രീതിയിലാണ് അതിൻ്റെ താക്കോലിൻ്റെ കള്ളൻ എന്ന് പറഞ്ഞ ആ ഭാഗം അടിയിലും അതിൻ്റെ മുകളിൽ കാണത്തൊക്കെ ഉള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ താക്കോലാണ് ഇങ്ങനെ കിടക്കുന്നത്. അതായത് കള്ളൻ എങ്ങനെയോ കതക് തുറന്നിട്ട് കള്ളനകത്ത് കയറി കതക് തുറന്നു. പൂട്ട് എങ്ങനെ അയാൾ താക്കോൽ സംഘടിപ്പിച്ചതെന്ന് നമുക്കറിയില്ല. എൻട്രി വേറെ ഒന്നുമില്ല, പൊളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ താക്കോൽ ഇങ്ങനെ വലിച്ചെറിയുന്ന നിലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ താക്കോലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 ഏരിയയാണ് പ്രധാനമായിട്ടും ഫിംഗർ പ്രിൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഒന്ന് ഈ കള്ളൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കയറി തുറക്കുന്ന സാധനം, മറ്റേത് നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന സാധനം. ഈ കൈ പിടിക്കുന്ന ഏരിയയിൽ ഒരു റൗണ്ടിലാണല്ലോ ഉണ്ടാവുക.
കുറച്ച് പതുങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ കൈ പിടിക്കാനുള്ള സൗകര്യത്തിനുള്ളത്. ഇതിൽ ഈ ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഈ താക്കോലിൻ്റെ ഈ ഭാഗത്തോ കിട്ടുന്ന അടയാളം ഫിംഗർ പ്രിൻറ്റും അതിൻ്റെ റിഡ്ജസിൻ്റെ ഡീറ്റെയിൽസും ഒരു ക്രിമിനലിനെ, ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പര്യാപ്തമാണ്. ധാരാളം കഴിയും. ഇതുകൊണ്ടും കഴിയും. അപ്പോൾ ഇതുകൊണ്ട് രണ്ടും ഉണ്ടെങ്കിലുള്ള മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് റൈറ്റ് തമ്പ് ആണെങ്കിൽ ഒന്ന് റൈറ്റ് ഇൻഡെക്സ് ആയിരിക്കും, ലെഫ്റ്റ് തമ്പ് ആണെങ്കിൽ ലെഫ്റ്റ് ഇൻഡെക്സ് ആയിരിക്കും ഇപ്പോഴത്തുണ്ടാവുക ഉപയോഗിക്കുന്ന കൈയുടെ അനുസരിച്ച്. അപ്പോൾ രണ്ട് വിരലുകൾ ഈ പ്രതിയെ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്ത ആളെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള രണ്ട് വിവരങ്ങൾ, അടിസ്ഥാന രേഖകൾ ഇതിൽ നിന്ന് കിട്ടും, താക്കോലിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ താക്കോൽ ഇങ്ങനെ കിടക്കുന്നപ്പോൾ ഞാനത് താക്കോലെടുത്തു. അത് എടുക്കേണ്ട രീതി അതിൻ്റെ പ്രിക്കോഷനോട് കൂടി നഷ്ടപ്പെടാത്ത രീതിയിൽ, ടാമ്പർ ചെയ്യാത്ത രീതിയിൽ ഞാനത് എടുത്തു. അപ്പോൾ ഇത് സാധനങ്ങൾ എവിടെയാണ് വെച്ചിരുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ ഇത് കാതിൽ നിന്ന് കഴുത്തിൽ നിന്നുമാണ് മോഷണം പോയത്. അപ്പോൾ ഇത് അലമാരയൊന്നും പോയിട്ടില്ല, മറ്റ് വേറെ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ കഴുത്തിലും കാതിലൊക്കെ ഉണ്ടായിരുന്നതാണ്. 3 മക്കൾ 3 കിടന്നതാണ്. ഈ ഉമ്മയുടെ ചെറിയ മോളും മാത്രമാണ് ഈ ഹാളിൽ കിടന്നത്. അപ്പോൾ അത് ഇത് മാത്രമാണ് പോയിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ താക്കോൽ വലിച്ചെറിഞ്ഞ സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, മോഷ്ടിക്കാൻ വന്ന ആൾ ഇയാൾക്ക് താക്കോൽ ഇത് എങ്ങനെ കിട്ടി, അയാൾ എങ്ങനെ അതിലേ കടന്ന് താക്കോലെടുത്തിട്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ താക്കോൽ വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് കളയേണ്ട കാര്യമില്ല, തുറന്ന് കയറാന്നല്ലേ ഉള്ളൂ. താക്കോൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ താക്കോൽ അകത്തുനിന്ന് പൂട്ടിയതുമാണ്. തലേ ദിവസം ഉമ്മ കിടക്കുമ്പോൾ ഈ എല്ലാ മക്കളും കിടന്നു കഴിഞ്ഞ ശേഷം അകത്ത് നിന്ന് പൂട്ടി താക്കോൽ അതിൽ തന്നെ വെച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. ആ താക്കോലാണ് വലിച്ചെറിഞ്ഞ നിലയിൽ കിടക്കുന്നത്. അത് അകത്തുനിന്ന് അല്ലാതെ എടുക്കാനുള്ള മാർഗ്ഗമില്ല, പുറത്തുനിന്ന് കുത്തിപ്പൊളിച്ചിട്ടുമില്ല, കതകിനൊന്നും സംഭവിച്ചിട്ടില്ല, വാതിലിന് പൂട്ടിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ താക്കോലിനകത്ത് എന്തായാലും ഈ എടുത്തെറിഞ്ഞ ആളുടെ ഫിംഗർ പ്രിൻ്റ് എന്തായാലും ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഈ താക്കോലെടുത്തിട്ട് ഞാനത് പരിശോധന നടത്തി നോക്കിയപ്പോഴത്തേക്ക് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അടയാളങ്ങൾ അതിലുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിലുമായിട്ടും ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ ഇത് ഒരു സംശയം പോലെ തോന്നിയത്, ഈ മോഷ്ടിക്കാൻ വന്ന ആൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് താക്കോൽ കയ്യിലാക്കിയതും പോരാ, അത് വേണമെങ്കിൽ താക്കോൽ അകത്ത് കിടന്നെങ്കിൽ താക്കോൽ കിട്ടും. താക്കോലും കിട്ടിയിട്ടുണ്ട്. അത് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തപ്പോൾ അകത്തുനിന്ന് എറിഞ്ഞതാണ്. അകത്തുനിന്ന് ഈ വാതിലിൻ്റെ അവിടെ നിന്ന് എറിഞ്ഞാൽ ഏറെക്കുറെ വീഴാവുന്ന ദൂരത്തിലാണ് ഇത് കിടക്കുന്നത്. വളരെ ദൂരമല്ല, വളരെ മൂട്ടിലുമല്ല, കുറച്ച് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ വീഴുന്ന ദൂരത്തിലാണ് കിടക്കുന്നത്. ഞാൻ അന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ഇതിൻ്റെ സബ് ഡിവിഷണൽ ഓഫീസറൊക്കെ ഉണ്ടായിരുന്നു, സ്പോട്ടിലുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ഇത് വെച്ചിട്ട് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കള്ളനെ കിട്ടുന്ന കാര്യത്തെ പറ്റി എനിക്ക് ഈ എറിഞ്ഞത് കിടക്കുന്ന അവസ്ഥ നോക്കുമ്പോൾ അതിലെന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. അപ്പോൾ അത് അകത്തുനിന്ന് എറിയേണ്ടത് വരില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ 2 പേരുടെ കഴുത്തിൽ നിന്നും കാതിൽ നിന്ന് മാത്രമാണ് മോഷണം പോയിട്ടുള്ളത്. ബാക്കി തുറന്നു കിടക്കുകയാണ്. ഒരു മുറികളും അവർ അടച്ചിട്ടില്ല, പൂട്ടിയിട്ടില്ല. മക്കളൊക്കെ കിടക്കുന്നിടത്ത് അവർക്ക് ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നവരാണ്. അവരുടെ ആരുടെയും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഈ മിസ്റ്ററി. ഈ ഉമ്മയും കൂടെ കിടന്ന കുഞ്ഞു മോളുടേത് മാത്രമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ വള ടൈറ്റായിട്ട് ഒരുവിധം വള വെറുതെ ഊരിപ്പോവില്ലല്ലോ. അപ്പോൾ ഒരു കയ്യിൽ നിന്ന് 1-2 വളകൾ ഊരിയെടുത്തിട്ടും മറ്റേ കയ്യിൽ നിന്ന് 1-2 വളകൾ ഊരിയെടുത്തിട്ടും കഴുത്തിൽ നിന്ന് ഈ മാല ഊരിയെടുത്തിട്ടും ഈ ഉമ്മ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് അവകാശപ്പെടുന്നത്. ഈ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്നിട്ട് കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്നും കാലിലെ സ്വർണ്ണ പാദസരം, വള ഇതൊക്കെ ഊരിയെടുത്തിട്ടും ഈ കുഞ്ഞും അറിഞ്ഞില്ല, ഉമ്മയും അറിഞ്ഞില്ല. ഇത്രയും സാധനങ്ങൾ മിസ്സിങ് ആണ്. താനും കള്ളം കടന്നു എന്നല്ല, അത് മോഷണം പോയി എന്നുള്ള സത്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഇതിലെ ഫിംഗർ പ്രിൻറ്റ്സ് നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞാനിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അതിന് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇത് മോഷ്ടാവ് കൊണ്ടുപോയതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ 2 പേരുടെ ഊരിക്കൊണ്ട് പോകേണ്ട അത് വളരെ അപൂർവമാണല്ലോ. അങ്ങനെ സംഭവിക്കുമോ? ഉറങ്ങി കിടക്കുന്നവരുടെ 2 പേരുടെ ഊരിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഇപ്പോൾ 2 പേരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചുറ്റും ഞങ്ങളിങ്ങനെ നടന്ന് വളരെ ശ്രദ്ധാപൂർവ്വം നടന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വീടിൻ്റെ പുറകുവശത്ത് ഒരു ചരിപ്പ് പോലെ ഇറക്കിയിട്ട്, ചരിപ്പ് പോലെ ഇതിൻ്റെ ഓടിട്ടതാണ്, അതിൻ്റെ മുകളിൽ തട്ട് പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വിറകൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചുട്ടും വിറവും ഒക്കെ അവിടെ ഉണക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പച്ച നിറത്തിലുള്ള ഇല, ഈ ഉപ്പുത്തി എന്നൊക്കെ പറയുന്ന വട്ടക്കണ്ണി എന്നൊക്കെ പറയുമ്പോഴുള്ള ഇല, അവിടെ ഒരു പൊതി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ പോയി അത് എടുക്കുകയും ചെയ്തു. എടുത്ത് നോക്കുമ്പം ഈ ഓർണമെൻറ്റ്സാണ്, വളയുണ്ട്, മാലയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. മോഷണം പോയെന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് സബ് ഡിവിഷണൽ ഓഫീസറോട് ഞാൻ പറഞ്ഞു, സാധനം കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു.
അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇവരുടെ കംപ്ലീറ്റ് ഒന്ന് കൈകാര്യം ഇവരെ ഒന്ന് എടുത്ത് നോക്കാം, ഈ ഇൻമേറ്റ്സിൻ്റെത് ഫിംഗർ പ്രിൻറ്റ്സ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു, ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെപ്പറ്റി ഒരു ആധികാരികമായ പറയാനുള്ള ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഫിംഗർ പ്രിൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് തന്നെ നോക്കണമെന്നില്ല. നിങ്ങൾ ഇത് നോക്കിയിട്ട് ലെൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് ഇന്നയാളുടെ ഫിംഗർ പ്രിൻ്റാണ് അല്ലെങ്കിൽ ഇന്നതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. ഞാൻ അങ്ങനെ കുറേ കേസുകൾ ചെയ്തിട്ടുള്ളതാണ് അനുഭവം എൻ്റെ എക്സ്പീരിയൻസിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഓരോരുത്തരെയും കാരണം ഡൊമസ്റ്റിക് തെഫ്റ്റ് ആണെന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഓരോരുത്തരും ഇത് ആരാണ് ചെയ്തത് അതറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് നോക്കുമ്പോൾ അവരെ വിളിച്ച് നോക്കിയിട്ട് ഒന്നുമില്ല നിങ്ങളുടെതല്ല എന്ന് പറഞ്ഞിട്ട് താക്കോൽ എൻ്റെ കയ്യിലുണ്ട് താനും, താക്കോലിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് താനും, താക്കോൽ ഇന്ന ആളുടേതാണെന്ന് ഞാൻ നോക്കിയിട്ടുമില്ല, അത് ടെസ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കി വന്നപ്പോൾ ഈ ഉമ്മയുടെ പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ വിരലിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അത് ചെറുതാങ്ങനെ വിറയ്ക്കുന്നു, അവർക്കൊരു അസ്വസ്ഥത മാതിരി. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇത് നോക്കിയിട്ടങ്ങ് വിടുകയുള്ളൂ, ഒന്നും ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എല്ലാവരും നോക്കുന്നതല്ലേ, ആ കുട്ടി നോക്കി എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. അവരൊന്നും പറയുന്നൊന്നുമില്ല, അവർ സഹകരിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിന് കഥയ്ക്ക് മറ്റൊരു വശമുണ്ട്. ഈ 3 മക്കൾ ഉള്ളതിൽ ഈ 3 മക്കളെയും നല്ല രീതിയിൽ വിവാഹം കഴിച്ച് അയച്ചു. ഗൾഫിൽ ജോലിക്കാരായിരുന്ന ആൾക്കാരാണ്, സാമ്പത്തികമായിട്ട് സ്ഥിതിയുള്ള ഒരാൾക്കാരാണ്. അതിൽ ഈ 2ാമത്തെ മകളുടെ ഭർത്താവിൻ്റെ ജോലിക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടാവുകയും അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. അപ്പോൾ ഈ 2 മക്കളും ഏറ്റവും മൂത്ത മോളും 3ാമത്തെ മോളും വളരെ സമ്പന്നമായ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഈ 2ാമത്തെ മകൾ കഷ്ടപ്പാടിലാണ്, ജീവിക്കാൻ കഷ്ടപ്പാട്. അപ്പോൾ ഈ സംഭവ ദിവസം നടന്നത് ഇവർ ഈ മൂത്ത മകളുടെ ഈ സമ്പന്നയായ മകളെയും കൂടെ അടുത്ത് വിളിച്ച് കിടത്തിയിട്ട് ഇവരൊരു നാടകം, അതായത് കള്ളൻ കൊണ്ടുപോയി എന്ന് പറയാൻ തെളിയിക്കാൻ വേണ്ടി ഇവരുടെ വാളയും ഊരി ഇവരുടെ മാലയും ഊരി ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്നും കാതിൽ നിന്നും ഒക്കെയുള്ള ഊരാവുന്ന എല്ലാം ഊരി. കാരണം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിനുവേണ്ടി ഈ 2ാമത്തെ കുട്ടിയെ സഹായിക്കുക, ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം കേട്ടാൽ വേറെ കൊടുക്കാൻ വേറെ കാശോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതില്ല, തേങ്ങ പറ്റ കുറച്ച് പൈസ എന്തെങ്കിലും ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഈ ഉമ്മയുടെ മനസ്സിൽ തോന്നിയ ഒരു സ്വന്തം മകൾക്ക്, കഷ്ടപ്പെടുന്നൊരു മകൾക്ക് ഉള്ള മകളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ചെയ്യാൻ തോന്നിയ അവരുടെ ഒരു മനസ്സിൻ്റെ അന്നത്തെ എന്താ പറയുക നീതിയുടെ ബോധം എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്തതാണ്. ഈ കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറയും പോലെ ഉള്ളവൻ്റെ അടുത്ത് ഇല്ലാത്തവന് കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ഉള്ള മകളുടെ അടുത്ത് ഇല്ലാത്ത മകൾക്ക് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തായാലും മുതൽ കിട്ടി, ഇതിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് താനും. എനിക്ക് വേണമെങ്കിൽ ഈ താക്കോലിലെ ഫിംഗർ പ്രിൻ്റ് ഡെവലപ്പ് ചെയ്ത് അത് ഫോട്ടോഗ്രാഫൊക്കെ എടുത്ത് അത് റെക്കോർഡാക്കി സൂക്ഷിച്ചതിന് ശേഷം ഈ വീട്ടിലെ ഓരോ ഇൻമേറ്റ്സിൻ്റെതും ഫിംഗർ പ്രിൻ്റ് എടുത്ത് പരിശോധിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ കേസിൽ ഈ മോഷണം നടത്തിയത് അല്ലെങ്കിൽ ഈ മോഷണത്തിൻ്റെ ഈ രൂപത്തിലുള്ള ഈ പ്രശ്നം കൈകാര്യം ചെയ്ത് ഇങ്ങനെ ചെയ്തത് ഇന്ന വ്യക്തിയാണ് എന്നെനിക്ക് പറഞ്ഞു കൊടുക്കാം. അത് സൈക്കോളജിക്കലായിട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ പോലും എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ബാക്കി ആർക്കും ഇല്ലാത്തൊരു വിഷമമായിരുന്നു ഈ ഉമ്മയുടെ കൈ പിടിച്ച് നോക്കുമ്പോൾ അവർക്കുണ്ടായ ഒരു മാനസികമായ ഒരു അസ്വസ്ഥത. അപ്പോൾ ഇതിനുള്ള ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അമ്മയുടെ മനസ്സിലെ ഒരു വേദന, ഒരു കുഞ്ഞ് സ്വന്തം കുട്ടികളിൽ ഒരാൾ കഷ്ടപ്പെടുന്നു, മറ്റുള്ളവർ ജീവിക്കുന്നു. അപ്പോൾ ഉള്ളവരുടെ കുട്ടിയുടെ എടുത്തിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർ മനസ്സിൽ കണ്ട അവരുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് തോന്നിയ, ലളിതമായ ബുദ്ധിക്ക് തോന്നിയ ഒരു പരിഹാരമാണത്. പക്ഷേ ആ കേസിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ കുടുംബത്തിൻ്റെ ഭദ്രത തകർന്നു. ഉമ്മ തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരുപക്ഷെ 2ാമത്തെ കുട്ടി തന്നെ പറഞ്ഞേക്കാം, ഉമ്മ അത് എന്തായാലും ചെയ്യേണ്ടിയിരുന്നില്ല, അത് എൻ്റെ പെങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ദൈവം കൊടുത്താലേ ഞാൻ എങ്ങനെ ജീവിച്ച് വെക്കണം, ഉമ്മ ഇങ്ങനെ ഒരു മോഷണം ഇങ്ങനെ നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് ആ കുട്ടി പോലും ഒരുപക്ഷെ തള്ളി പറഞ്ഞേക്കാം. പക്ഷേ അതോടുകൂടി ആ കുടുംബ ബന്ധം തകരുകയും ഇവരുടെ എല്ലാ തരത്തിലുള്ള ഇവരുടെ മാനസികാവസ്ഥ പോലും ഒരു പക്ഷേ തകരാറിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പോൾ ഞാനത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് പറഞ്ഞു. ഞാൻ ഇതിനകത്ത് റിപ്പോർട്ട് എഴുതി തരില്ല, ഞാൻ ആ ഫിംഗർ പ്രിൻ്റ് ഡെവലപ്പ് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ആളുടേതാണെന്ന് എഴുതി തരാം, എന്നെ സംബന്ധിച്ച് ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. 10 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കേസും കൂടെ എനിക്ക് അതിന് കാണിക്കാം, റിപ്പോർട്ട് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, ഈ കേസ് എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ആ നല്ലവനായ സബ് ഡിവിഷൻ ഓഫീസറും പറഞ്ഞു, ഖാൻ സാഹിബ് പറഞ്ഞു 100% ശരിയാണ്, ഞാനും അതിനോട് യോജിക്കുന്നു, ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നുള്ള നിലയിൽ ഈ കേസ് അവസാനിപ്പിക്കാം, ഇതിൻ്റെ റിസൾട്ട് ആരോടും പറയരുത്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പോലും പറയില്ല ഇതാരാണ് ചെയ്തതെന്നുള്ളതിൻ്റെ, ഒരൊറ്റ മനുഷ്യരോട് ഞാൻ പറയില്ല, എനിക്ക് ദൈവത്തോട് മാത്രമേ എനിക്ക് ഇതിൻ്റെ മറുപടി പറയാനുള്ളൂ. ഞാനത് ആരാണെന്ന് ഒരു കാരണവശാലും എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരില്ല, എന്തായാലും ശരി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് ആ കുടുംബത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെടുത്താതെ ആ കേസ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 1986 ഞാൻ കോഴിക്കോട് സിറ്റി സിംഗിൾ ഡിജിറ്റ് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കുറച്ച് പരിചയമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിൽ CBI ഓഫീസേഴ്സുണ്ട്, ഇൻ്റർപോളിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഒരു വ്യക്തിയെയും കൊണ്ട് എൻ്റെ അടുത്ത് ഓഫീസിൽ വന്നതാണ്. അവർക്ക് വേണ്ടത് ഈ വ്യക്തിയുടെ വിരലടയാളം പരിശോധിച്ചിട്ട് ഈ വ്യക്തി ഞങ്ങൾ തിരക്കുന്ന ആളാണോ എന്ന് അറിയുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഈ വ്യക്തിയെ എൻ്റെ അടുത്ത് കൊണ്ട് വരുന്നതിന് മുമ്പ് ഇവർ പോലീസ് അത്യാവശ്യം ഇയാളെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറയാത്തതുകൊണ്ടാണ് ഇയാൾ ഉറച്ചു നിൽക്കുന്നത്. ഞാനല്ല, ഈ പേര് ശരിയാണ്, അഡ്രസ്സ് ശരിയാണ്, എല്ലാ കാര്യങ്ങളും ശരിയാണ്, ഈ പാസ്പോർട്ടിൻ്റെതാണ്, പക്ഷേ ഞാനല്ല ആൾ എന്ന് ഈ വ്യക്തി പറയുന്നു. അപ്പോൾ ഇവർക്കൊരു ആർക്കോ തോന്നി ഇത് ഇങ്ങനെ ഉണ്ടാവുമോ, ഇത് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഇവനല്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവം? അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂല കാരണം എന്ന് പറഞ്ഞത് 4-5 വർഷം മുമ്പ് ഒരു വിദേശ രാജ്യത്തെ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് കുറേ അധികം ലക്ഷം വില വരുന്ന മയക്കുമരുന്നുമായി ഈ ആളെ പിടിക്കുന്നു, ഈ പാസ്പോർട്ട് ഹോൾഡറെ പിടിക്കുന്നു. പാസ്പോർട്ട് ഹോൾഡറെ പിടിച്ച് കസ്റ്റഡിയിലെടുക്കുന്നു. അയാൾ നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ 2-3 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയോ ഇയാൾ അവിടുത്തെ അധികൃതരുടെ കണ്ണ് വെട്ടിച്ചിട്ടോ ജയിലിൽ ചാടിയിട്ടോ എങ്ങനെയോ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പ്രതി പോയി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കയ്യിൽ പാസ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഇവരിങ്ങനെ അന്വേഷണം നടത്തി വന്നിട്ട് ഈ പാസ്പോർട്ട് വെച്ചിട്ട് ആളെ ലൊക്കേറ്റ് ചെയ്യുന്നു. അത് കേരളത്തിലുള്ള ഒരു ജില്ലയിലുള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ അത് എന്താ പറയുക, അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇയാളാണ്, പേരെന്താണ്, ഇന്നതാണ്, നിങ്ങളുടെ വീട്ടുപേരെന്താണ്, ഇന്നതാണ്, അച്ഛൻ്റെ പേരെന്താണ്, ഇതാണ്, ശരിയാണ്, അപ്പം നിങ്ങൾ തന്നെയാണല്ലോ, ഈ ഫോട്ടോ നിങ്ങളുടെയാണോ, അതെ. എന്നാൽ അപ്പം അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ടാണ് ഇവർ കുറേ ദിവസം കൈവശം വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇയാളെ ഒരു അവശ നിലയിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതെല്ലാം എൻ്റെതാണ് സാറേ, എനിക്ക് പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മരുന്ന് കടത്തിയിട്ടുമില്ല, ഞാനിത് കൊണ്ടുപോയിട്ടുമില്ല, പാസ്പോർട്ടൊക്കെ എൻ്റെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ഞാൻ നിരപരാധിയാണ്, പക്ഷേ എനിക്ക് ഒന്നും പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല, എൻ്റെ എല്ലാ തെളിവുകളും സഹിതമാണ് പിടിച്ചത്, ദൈവത്തിന് മാത്രമേ അറിയൂ ഞാനല്ല എന്നുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും എൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായിരുന്നത്, ഇവനെ റെക്കോർഡ് ചെയ്തപ്പോൾ ഇൻ്റർപോൾ അന്ന് ആ എയർപോർട്ടിൽ നിന്ന് പിടിച്ച ഫിംഗർ പ്രിൻറ്റ്സ് റെക്കോർഡ് ചെയ്തത് ഈ മയക്കുമരുന്നോടുകൂടി പിടിച്ചപ്പോൾ ഇവൻ്റെ 10 വിരലടയാളങ്ങളും റെക്കോർഡ് ചെയ്ത് അവിടുത്തെ പോലീസിന് കൊടുത്തിട്ട് അത് ഇൻ്റർപോളിൻ്റെ കൈവശമുണ്ട്. ഞാൻ പറഞ്ഞു അതെവിടെയെന്ന് ചോദിച്ചു. ഇവനെ അന്ന് ഈ മയക്കുമരുന്നോടുകൂടി അറസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത ഫിംഗർ പ്രിൻറ്റ്സ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലാതെ ഈ പാസ്പോർട്ടും വെച്ചിട്ട് ഈ ആളാണ് ഇതാളാണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. അന്നത്തെ ആ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ, അല്ലെങ്കിൽ അന്ന് അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത ആ വിരലടയാള സ്ലിപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് എനിക്ക് എത്തിച്ചു തന്നാൽ മാത്രമേ ഞാൻ ഇത് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ല ഞാൻ വാക്കാൽ എന്തെങ്കിലും നോക്കിയിട്ട് ഈ സ്ലിപ്പ് ഇയാളുടേതാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ, അത് നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2 ദിവസത്തിനകത്ത് ഞങ്ങൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇയാളെ ഇനി ഉപദ്രവിക്കേണ്ട, ഇതിന് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മതി നിങ്ങൾ ബാക്കി കൈകാര്യം ചെയ്യുന്നത്, അത് നിങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞു. ഈ വ്യക്തി ഒരു പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അയാൾ വിദേശത്ത് പോകാനുള്ള അയാളുടെ ആഗ്രഹങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല. ഇത് എങ്ങനെയോ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിനുശേഷം ഇയാൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ മാതിരി ഇൻ്റർപോളും CBI എല്ലാം കൂടി ഇയാളെ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൈ കൊണ്ടുപോകണം, നീയാണ് ഈ കേസിൽ പ്രതി എന്ന് പറഞ്ഞിട്ട്. അന്ന് കിട്ടിയ പാസ്പോർട്ടാണുള്ളത്, ഇയാളുടെ നിന്ന് ഈ നഷ്ടപ്പെട്ട ആ പാസ്പോർട്ട് ആണല്ലോ അത്, ഇയാളുടെ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഫിംഗർ പ്രിൻറ്റ്സൊക്കെ നോക്കുമ്പോൾ ഇവരെ കൊണ്ട് നോക്കിയിട്ട് ഇയാളുടേത് അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളുടെ ഫിംഗർ പ്രിൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ അങ്ങനെ പോയിട്ടുമില്ല, എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അറിഞ്ഞും കൂടാ. അതുകൊണ്ട് എനിക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ ഇതിലുള്ള ഫിംഗർ പ്രിൻറ്റ് എൻ്റെതുമാണ്, പക്ഷേ ഞാനത് പോയിട്ടില്ല, ഈ അറസ്റ്റ് ചെയ്തപ്പോൾ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഞാനല്ലത്, ആൾ വേറെയാണ് എന്നാണ് ഇയാൾ തറപ്പിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് സ്ലിപ്പ് നിങ്ങൾ കൊണ്ടു തന്നെങ്കിൽ മാത്രമേ ഞാൻ നോക്കിയിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞു. അതേ പാടുള്ളൂ, നിയമപരമായിട്ട് അതേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ദിവസം കഴിഞ്ഞ് ഇയാളെ വെളിയിലെ രാജ്യത്ത് അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പാസ്പോർട്ട് ഫിംഗർ പ്രിൻറ്റ് സ്ലിപ്പ് കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾ രണ്ടാണ്, ഒരു ബന്ധവുമില്ല. ഇയാൾക്ക് ഈ കേസുമായിട്ട് ഇതിൻ്റെ അന്ന് ഫിംഗർ പ്രിൻറ്റ് അവിടുത്തെ പോലീസ് എയർപോർട്ട് കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ ഫിംഗർ പ്രിൻറ്റും ഇയാളുടെ 10 വിരലുകളുടെ ഫിംഗർ പ്രിൻറ്റ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇതാണ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ പാസ്പോർട്ടിലുള്ള തമ്പ് ഇംപ്രഷൻ ഇയാളുടേതാണ്, അതേസമയത്ത് ഈ അറസ്റ്റ് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള 10 ഫിംഗർ ഇംപ്രഷൻ വേറെ ആളുടേതാണ്. അതിൻ്റെ ട്വിസ്റ്റ് സംഗതി മനസ്സിലായോ എൻ്റെ?
അതായത് വേറെ ആളെ അവർ അറസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു, അവരന്ന് ഫിംഗർ പ്രിൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള നമുക്കറിയില്ല, ഉണ്ടാവില്ല. അല്ലെങ്കിൽ പറഞ്ഞമാരും എന്തോ തിരിമറി ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ആളുടെ ഫിംഗർ പ്രിൻറ്റ് ഈ പാസ്പോർട്ടുള്ള ശരിയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്തപ്പെട്ട ആൾ, ജയിലിൽ ചാടിയ ആൾ, മയക്കുമരുന്ന് കൊണ്ടുപോയ ആൾ വേറെയാണ്. ഇയാളെ അതിൽ ലിങ്ക് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇയാളാണ് ചെയ്യുന്നുള്ളതിൻ്റെ മാർഗ്ഗമില്ല. അങ്ങനെ ആ റിപ്പോർട്ടും വെച്ചിട്ട്, ആ ഫിംഗർ പ്രിൻറ്റ് സ്ലിപ്പും വെച്ചിട്ട്, ഇത് വെച്ചിട്ട് ഞാൻ രണ്ടും രണ്ടാൾ ആണ്, ഈ ആൾ വേറെയാണ്, അന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് മറ്റേ മയക്കുമരുന്നുമായിട്ട് പിടിച്ച ആൾ വേറെയാണ്, ഇത് ഇയാളാണ്, നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടാണ്, അതിലുള്ള തമ്മിൽ പ്രശ്നം ഇയാളതാണ്. പക്ഷേ ഇയാളല്ല നിങ്ങൾ അന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള, വിദേശത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ആൾ ഇയാളല്ല. ഇയാൾ കാരണം രണ്ടും രണ്ടാൾ തന്നെയാണല്ലോ. എന്നിട്ട് ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, അത് മധ്യ കേരളത്തിലുള്ള ഒരു സ്ഥലത്തുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ദേവാലയത്തിലെ ഒരു കൈകാര്യക്കാരനാണ്, മെയിൻ ആളല്ല, മെയിൻ പൂജാരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതൊന്നുമല്ല, ഈ പൂജാരികളെ സഹായിക്കുന്ന എല്ലാ മതത്തിലും ഉണ്ടല്ലോ, അങ്ങനെയുള്ളതിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ആവശ്യ നിലയിലാണ്, അതിനുവേണ്ടി ഈ നമ്മുടെ എല്ലാവരും കൈകാര്യം ചെയ്തതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാ മതത്തിലും ദൈവത്തിൽ വിശ്വാസമുണ്ട്, യഥാർത്ഥത്തിൽ വിശ്വാസവും ഇല്ലാത്തവരും അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന രക്ഷയ്ക്കും നിരപരാധി രക്ഷിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഒരു ദിവസമെങ്കിലും ചെയ്തത് നിങ്ങളുടെ ആ പ്രവൃത്തി ദൈവം അംഗീകരിച്ചെന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നിരപരാധി ഒരു കുറ്റവാളിയെ, കൊലയാളിയെ അടക്കം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കൊലക്കയറടക്കം കൊടുക്കുന്ന അല്ലെങ്കിൽ തൂക്കിക്കൊലയ്ക്ക് വരെ വിധേയമാക്കുന്ന അതേ വിരലടയാളം എന്ന തെളിവാണ് ഒരു നിരപരാധിയുടെ രക്ഷയ്ക്കെത്തി ഇയാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അന്ന് ഈ മറ്റേ വാൽവ് റേഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന നോബുള്ള റേഡിയോയാണ്, പഴയ പെട്ടി ഉള്ള സാധനം, മർഫി എന്നൊക്കെ പറയുമ്പോഴുള്ള സാധനം, ആ പെട്ടിയുടെ. അപ്പോൾ അതിൻ്റെ വാൽവ് കൂട്ടാതെ സൗണ്ട് കൂട്ടാൻ വഴിയില്ല. അപ്പോൾ ശബ്ദം വളരെ കൂട്ടി വെച്ചിരിക്കുന്നു, ശബ്ദം കൂടിയിരിക്കുന്നു ഇവർ അടുക്കളയിൽ പോയിട്ട് വന്ന സമയത്ത്. അപ്പോൾ ഇവർക്ക് തോന്നി ഇതെന്ത് ശബ്ദം വല്ലാണ്ട് കൂടിയില്ലെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മാക്സിമത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരത് തിരിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നാടകം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരടി തലയ്ക്ക് കൊള്ളുന്നു, ഇവരുടെ തലയ്ക്ക് ബാക്കിൽ നിന്നും ഒരടി കൊള്ളുന്നു, എന്തോ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ടുള്ളൊരടിയാണ്.